ഞാനില്ല. ഞാൻ നിങ്ങളുടെ ഈ പരിപാടിക്ക് ചർച്ചയ്ക്കില്ലെന്ന്. ഞാൻ നിങ്ങളുടെ ചർച്ചയ്ക്കില്ല. നിങ്ങൾ ചെയ്തോ, നിങ്ങൾ ചർച്ച നടത്തിക്കോ. ഒരു മിനിറ്റ് കൂടെ കുട്ടികളെ പോലെ പിണങ്ങിപ്പോകുന്നു. അയ്യേ, ഇത് പി സുന്ദരയുടെ രാജിക്കത്താണല്ലേ? ചെറിയ കുട്ടികളെ പോലെ സിപിഎമ്മുമായി എത്ര കാലം ഒരു സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോ വലിയ പറയുന്നത് ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി സിപിഎമ്മുമായിട്ട് ചേർന്ന് പറയും. സിപിഎമ്മുമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം തവണ മുന്നണിയായിട്ട് മത്സരിച്ചതാരാ? 967 സംയുക്ത വിധായക് ദൾ, ഓർമ്മയില്ലേ? ബീഹാറിൽ നിങ്ങൾ ഒരു മുന്നണിയായിരുന്നല്ലോ, ഒരു സർക്കാർ ഉണ്ടാക്കിയില്ലേ? കോൺഗ്രസിനെ അധികാരത്തിന് പുറത്താക്കുക എന്നുള്ള ഏക അജണ്ടയുടെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള മുന്നണിയല്ലേ? നിങ്ങൾ ഒരു മുന്നണിയായിരുന്നല്ലോ ബീഹാറിൽ, പഞ്ചാബിൽ ഒരു മുന്നണിയായിരുന്നല്ലോ, ബംഗാളിൽ ഒരു മുന്നണിയായിരുന്നല്ലോ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ നിങ്ങൾ 67 മുതൽ മുന്നണിയല്ലേ? 77 നിങ്ങൾ മുന്നണിയാണല്ലോ. അനിൽകുമാർ കൂടി പറയണം, പി സുന്ദര എഴുതിയ രാജിക്കത്തുണ്ടല്ലോ. എന്തിനാണ്? RSSുമായി സഖ്യം ചേരാൻ കേന്ദ്ര കമ്മിറ്റി എടുത്ത തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പി സുന്ദരയെ രാജിവെച്ച കത്ത്. അത് പരസ്യമായിട്ടുള്ള കാര്യമാണല്ലോ, ഓൺ റെക്കോർഡാണല്ലോ, നിഷേധിക്കാൻ കഴിയില്ലല്ലോ. 89 നിങ്ങൾ ഒരുമിച്ച് സർക്കാർ ഉണ്ടാക്കിയിട്ടില്ലേ കോൺഗ്രസിനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട്? അപ്പൊ നിങ്ങൾ ഇത് എന്ത് രാഷ്ട്രീയ സദാചാരത്തെ കുറിച്ചാണ് BJP സംസാരിക്കുന്നത്? BJPക്ക് അത് പറയാൻ എന്ത് അർഹതയുള്ളത്? എല്ലാ കാലത്തും രാഷ്ട്രീയ വിജയിക്കാൻ വേണ്ടി, തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി ആരുമായിട്ടും കൂട്ടുചേരാൻ ഒരു മടിയും കാണിക്കാത്തവരാണ് BJP. അപ്പൊ അതിന് BJP പറയുന്നത് കൂട്ടുചേരുന്നതിൽ തർക്കം ഉണ്ടായപ്പോൾ സുന്ദരിയെ രാജിവെച്ചു. അപ്പൊ 67 ആരാണ് പാർട്ടി സെക്രട്ടറി? 67 RSSുമായിട്ട് കൂട്ടി നടന്നിട്ട് പിന്നെ 67 കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞാണോ സുന്ദരിയെ രാജിവെക്കുന്നത്? ഈ കോൺഗ്രസിനകത്ത് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കിട്ടുന്ന എന്തെങ്കിലും വാങ്ങിച്ചോണോ? ഞങ്ങളുടെ നേരെ വരരുത്. ഞാൻ ചരിത്രം കൃത്യമായിട്ട് പറയാം. RSSുമായി ഒരു ഘട്ടത്തിലും തെരഞ്ഞെടുപ്പില്ല. ഞാനത് കൃത്യമായിട്ട് പറയാം. ജനസംഘം, ഭാരതീയ ജനസംഘം, മുന്നണിയായിട്ട് ഒരു ബന്ധപ്പെട്ട്. എന്നാൽ പി സുന്ദരയുടെ റെസിഗ്നേഷൻ ലെറ്റർ വായിച്ചു തരാം. എന്നാൽ 1977 പി സുന്ദരയുടെ റെസിഗ്നേഷൻ ലെറ്റർ വായിച്ചു തരണം. My resignation is due to the fact that the CC majority has decided for joint actions with pro-imperialist Janasangh with paramilitary fascist stormtrooper like RSS as its core in the name of fighting emergency. അടിയന്തരാവസ്ഥയോടുള്ള പോരാട്ടത്തിന്റെ പേരിൽ RSSുമായി ചേരാൻ അനിൽകുമാർ, അതായത് അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടത്തിന്റെ കാര്യത്തിൽ കൈകോർത്തത് അന്ന് സുന്ദരയെ ചൂണ്ടിക്കാട്ടിയിരുന്നു കത്തിൽ എന്നാണ് സന്ദീപ് പറഞ്ഞത്. ശരി ശരി, 2 മിനിറ്റ് വേഗത്തിൽ. സുന്ദരയെ നിങ്ങളുടെ നേതാവായിരുന്നില്ലേ അദ്ദേഹം? രാജിക്കത്തിൽ RSSുമായി ചേരാൻ ഒന്നാമത്തെ റീസൺ കണ്ടു നോക്കൂ. ശരി ശരി, കത്ത് വായിച്ചല്ലോ സന്ദീപ്. ഇനി അനിൽകുമാർ പറഞ്ഞു. ഈ ചർച്ചയ്ക്ക് വിളിക്കണ്ട. റാഷിൽ ഇങ്ങനെ ചർച്ചയ്ക്ക് വിളിക്കണ്ട. നിങ്ങളുടെ നേതാവ് പറഞ്ഞത് മറുപടി പറയുമ്പോൾ അല്ല, ഞാൻ പറഞ്ഞേ. ശ്രീ അനിൽകുമാർ, താങ്കൾ കേൾക്കുന്നില്ലേ? സന്ദീപിനോട് ഞാൻ പറഞ്ഞു. സന്ദീപ് മറുപടി പറഞ്ഞല്ലോ. ഇനി അനിൽകുമാർ പറയട്ടെ. എന്റെ സമയം തീരുവാണ്. അനിൽകുമാറിന്റെ ഊഴമാണ് ഇപ്പോൾ. രേഖയെ നിരാകരിക്കരുത്. ശരി, ആ രേഖയെ കുറിച്ച് അങ്ങ് മറുപടി പറഞ്ഞാൽ മതി ശ്രീ അനിൽകുമാർ. അപ്പൊ അദ്ദേഹം നിർത്തിക്കോളും. ഞാൻ പറഞ്ഞു അദ്ദേഹം നിർത്തുന്നില്ല. അതിന് താങ്കൾ പറയും. ശ്രീ അനിൽകുമാർ, റാഷിദ് ഒരാളൊരു വിഡ്ഢിത്തരം പറഞ്ഞാൽ വിഡ്ഢിത്തരത്തിന് മറുപടി ഞാൻ പറയുകയാണ്. എന്താ വിഡ്ഢിത്തരം പറഞ്ഞത്? 67 CPMന്റെ സെക്രട്ടറി സുന്ദരയ്യ, 67 സുന്ദര സെക്രട്ടറി ഞാൻ ഉയർത്തി കാണിക്കുന്ന പി സുന്ദരയുടെ രാജിക്കത്തല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് അല്ലെ, നമ്മളിപ്പോ താങ്കൾ തർക്കിക്കുകയാണെങ്കിൽ മൈക്ക് ഓഫ് ചെയ്യാറില്ല. അത് ഇവിടെ ഈ ഫോറത്തിൽ ഇല്ലാത്തൊരു ശീലമാണ്. അതുകൊണ്ടാണ്, ജനാധിപത്യ വിരുദ്ധമാണല്ലോ എന്നതുകൊണ്ടാണ്. സന്ദീപ് ദയവായി അദ്ദേഹത്തിന് കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ, മറുപടി പറഞ്ഞോട്ടെ. 1.5 മിനിറ്റ് കൂടി അനിൽകുമാർ. പി സുന്ദര എഴുതിയ രാജിക്കത്താണ്. അല്ലല്ല, ശരി അനിൽകുമാർ വേഗത്തിൽ. പി സുന്ദര എഴുതിയ സന്ദീപ് കേട്ടു. അത് കേട്ടു. ഇനി അനിൽകുമാർ പറഞ്ഞോട്ടെ. അനിൽകുമാറിന്റെ സമയമാണ് ശ്രീ സന്ദീപ്. ഡോക്യുമെന്റൽ എവിഡൻസ് പ്രകാരം പറയുന്നു. അല്ല, ഞാൻ തെളിവ് സഹിതം പറയുമ്പോ എന്താണ് അദ്ദേഹം നിഷേധിക്കുന്നത്? അല്ലല്ല, എന്റെ സമയം തീരുവാണ്. ശരി ഓക്കെ. സന്ദീപ് സമയം തീരുന്നു. കേട്ടു, മറുപടി പറഞ്ഞു. ഇനി അനിൽകുമാർ വേഗത്തിൽ. താങ്കൾ പറഞ്ഞോളൂ അനിൽകുമാർ, പറഞ്ഞോളൂ. മറ്റൊരാൾക്ക് ചർച്ച ചെയ്യാൻ അനുവദിച്ചതിൽ പരിശോധിച്ച് ഞാൻ പറയുന്നില്ല. കാരണം ഈ പരിപാടി നടക്കൂല. ഞാൻ ചർച്ചയിൽ ഇതൊക്കെ സ്വാഭാവികമല്ലേ? താങ്കൾ പറയാറില്ലേ? 1 മിനിറ്റ് സമയമുണ്ട്. ഞാനില്ല. ഞാൻ നിങ്ങളുടെ ഈ പരിപാടിക്ക് ചർച്ചയ്ക്കില്ലെന്ന്. നിങ്ങൾ ചെയ്തോ, നിങ്ങൾ ചർച്ച നടത്തിക്കോ.
ഒരു മിനിറ്റ് കൂടെ അനിൽകുമാർ. കൂട്ടുകച്ചവടത്തിന് ഞങ്ങളെ വിളിക്കണ്ട. രാജിക്കത്ത് കാണിച്ചപ്പോ ദേ എന്താ കുട്ടികളെ പോലെ ന്യായം? പിണങ്ങിപ്പോകുന്നു. അയ്യേ 67-ല് കുട്ടികളെ പോലെ പിണങ്ങിപ്പോകുന്നു. അയ്യേ ഇത് പി സുന്ദരയുടെ രാജിക്കത്താണ് അനിലെ. ചെറിയ കുട്ടികളെ പോലെ അല്ലല്ല ശ്രീ നമ്മൾ അങ്ങനെ ആക്ഷേപമാക്കണ്ട. അത് സന്ദീപ് വാര്യർ അദ്ദേഹം ഒരു ചരിത്രം പറഞ്ഞു, താങ്കൾ താങ്കളുടേതായ മറുപടി പറഞ്ഞു, കത്തെടുത്ത് ഉദ്ധരിച്ചു. ശരിയാണ്, പി സുന്ദരിയുടെ കത്തുണ്ട്. അങ്ങനെ ശരി സന്ദീപ് വാര്യർ. ഇനി എന്റെ സമയം തീരുവാണ്. ഈ തർക്കം ഇങ്ങനെ പോയതുകൊണ്ട് മാത്രമാണ് അനിൽകുമാർ ഒരു മിനിറ്റ് കൂടി വേഗത്തിൽ കത്താണ് പി സുന്ദര എഴുതിയ കത്താണ്. അല്ല ഇപ്പൊ ഈ CPM മറുപടി ഇല്ലാതെ പോകും. അതുകൊണ്ടാണ് ഒരു മിനിറ്റ് സമയം വേഗത്തിൽ. എന്ത് മറുപടി പറയാം? ഇതൊരു ചർച്ചയുടെ ഭാഗമായി വരുന്ന തർക്കമാണ്. ആ തർക്കത്തിന് മറുവാദം ഉന്നയിക്കലാണല്ലോ സാധാരണ ഇവിടെ പതിവ്. ഫേസ്ബുക്കിൽ മറുപടി പറഞ്ഞോളാം. നിങ്ങളുടെ സൗജന്യം വേണ്ട. ഇങ്ങനെ കൂട്ടുനിൽക്കരുത്. എന്ത് കൂട്ടുനിന്നോ ഞാൻ ആവർത്തിച്ച് താങ്കളോട് പറയുന്നുണ്ട്. പറയാൻ താങ്കൾക്ക് പറയാമെങ്കിൽ പറയാം. അതല്ല താങ്കൾക്ക് ആക്ഷേപം ചൊരിയാമെങ്കിൽ ചൊരിയാം. ഏതാണ് താങ്കളുടെ ചോയ്സ്, അതെടുക്കുക. ഇപ്പൊ ഒരു 30 സെക്കൻഡോട് അവശേഷിക്കുന്നു. താങ്കൾ മറുപടി പറയും. ഫേസ്ബുക്കിൽ മറുപടി പറഞ്ഞോളാം. ഞാൻ മര്യാദയ്ക്കിരുന്നു ഒരു 30 സെക്കൻഡ്. നിങ്ങളുടെ ഔദാര്യം വേണ്ടെന്ന്. നിങ്ങളുടെ ഔദാര്യം വേണ്ട. ഞാൻ ഫേസ്ബുക്കിൽ മറുപടി പറഞ്ഞോളാം. നിങ്ങളുടെ ഔദാര്യം വേണ്ട. വളരെയധികം നന്ദി ശ്രീ കെ അനിൽകുമാർ, ശ്രീ സന്ദീപ് വാര്യർ, ശ്രീ